ഹലോ ഹായ് നമസ്തേ, ഇത് ആയുഷാണ്. ആയുഷ് മീഡിയയുടെ പുതിയ ജലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ സ്വന്തം നാടായ പത്തനംതിട്ടയാണ്. ഞാനിപ്പോൾ ഇവിടെ എത്താനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അച്ചയൻസ് ഗോൾഡിൻ്റെ 40ാമത് ഷോറൂമിൻ്റെ ഉദ്ഘാടനമാണ്. നമ്മുടെ ചാനലിൽ കൂടെ തന്നെ ഇതിനു മുമ്പ് അച്ചയൻസ് ഗോൾഡിൻ്റെ കോഴഞ്ചേരി ഷോറൂം അതേപോലെ മല്ലപ്പള്ളി ഷോറൂമിൻ്റെ ഇനാഗുറേഷനും കാണിച്ചിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് അച്ചയൻസ് ഗോൾഡിൻ്റെ 3ാമത്തെ വീഡിയോ ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ കൂടെ അച്ചയൻസ് ഗോൾഡിൻ്റെ തന്നെ 2 ഷോറൂമിൻ്റെ വീഡിയോ കാണിച്ചപ്പോൾ പല ആളുകളും കമൻ്റ് ഇട്ടിരുന്നു, നിങ്ങൾ അച്ചയൻസ് ഗോൾഡിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടാണോ ഈ വീഡിയോ ചെയ്യുന്നതെന്ന്. പക്ഷേ ഞങ്ങൾ ഈ അച്ചയൻസ് ഗോൾഡിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടല്ല ഈ വീഡിയോകൾ ചെയ്തേക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രൊഫഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോഗ്രാഫി എഡിറ്റിങ്ങുമാണ്. ഞാൻ സിനിമാ സംബന്ധമായിട്ടുള്ള മറ്റൊരു ചാനലിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ടി വീഡിയോ എടുക്കുന്നുണ്ട്, അതേപോലെ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചയൻസ് ഗോൾഡിൻ്റെ ഇനാഗുറേഷൻ എപ്പോഴും നടക്കുമ്പോൾ ഏതെങ്കിലും സെലിബ്രിറ്റികൾ, അതായത് ഏതെങ്കിലും സിനിമാ താരങ്ങളൊക്കെയാണ് എത്തുന്നത്. അപ്പോൾ അവരുടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ ആ ചാനലിന് വേണ്ടി എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് എനിക്ക് അത്യാവശ്യം തെറ്റില്ലാത്തൊരു പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി വീഡിയോ എടുക്കാൻ വരുന്ന കൂട്ടത്തിൽ എൻ്റെ ചാനലിന് വേണ്ടി ഒരു വ്ളോഗ് പോലത്തെ ഒരു വീഡിയോ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഈ അച്ചയൻസ് ഗോൾഡിൻ്റെ 40ാമത് ഷോറൂം തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിനടുത്തുള്ള ജിയോ ബിൽഡിങ്ങിലായിട്ടാണ്. അപ്പോൾ അച്ചയൻസ് ഗോൾഡിൻ്റെ 40ാമത് ഷോറൂമിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തെന്നിന്ത്യൻ താരം നിക്കി ഗഡ്റാണിയാണ്. നിക്കി മലയാളത്തിനും തമിഴിലായിട്ട് ഒരുപാട് സിനിമകളിൽ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാവുന്ന ഒരു ആർട്ടിസ്റ്റാണ്. പിന്നെ അതുകൂടാതെ തന്നെ ഈ അച്ചയൻസ് ഗോൾഡിൻ്റെ ഓണർ ടോണി അച്ചാൻ, പുള്ളിക്ക് ഒരു അത്യാവശ്യം നല്ലൊരു ഫാൻ ബേസ് ഉണ്ട്. പക്ഷെ നമ്മുടെ കോഴഞ്ചേരിയും അതേപോലെ മല്ലപ്പള്ളിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ആൾ കുറവാണ്. കാരണം പത്തനംതിട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ അങ്ങനെ താരങ്ങളൊക്കെ വരുമ്പം ആളുകൾ വന്ന് ഇടിച്ചു കൂടുന്ന ആ സ്വഭാവമൊന്നുമില്ല. അപ്പോൾ ഈ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് മിസ്റ്റർ ചെണ്ടക്കാരൻ എന്നൊരു ബാൻഡിൻ്റെ ഫ്യൂഷൻ ചെണ്ടമേളമുണ്ട്, അതേപോലെ കരാക്ക ഓർക്കസ്ട്ര ഉണ്ട്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇതേപോലെയുള്ള ഓർക്കസ്ട്ര ഒന്നും നമ്മുടെ ചാനലിൽ കൂടെ കാണിക്കാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റിൻ്റെ വിഷയമുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ അച്ചയൻസ് ഗോൾഡിൻ്റെ എല്ലാ ഇനാഗുറേഷനും സംഭവിക്കുന്ന പോലെ തന്നെ ഇവിടെ ഉദ്ഘാടനം കാണാൻ വേണ്ടി, ഈ ചടങ്ങ് കാണാൻ വേണ്ടി എത്തുന്ന ആളുകൾക്ക് വേണ്ടി ഇവിടെ ലക്കി കൂപ്പൺ ഉണ്ട്. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 15 പേർക്ക് ഒരാൾക്ക് 10,000 രൂപ വെച്ച് ഇവർ ഗിഫ്റ്റായിട്ട് നൽകുന്നുണ്ട്. അതിനുവേണ്ടി ഇവിടെ കൂപ്പൺ അവിടെ എക്സിക്യൂട്ടീവുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾക്ക്. ആ കൂപ്പൺ കൊണ്ടിടാൻ വേണ്ടി ഇവിടെ ഒരു ബോക്സും വെച്ചിട്ടുണ്ട്. ആളുകളൊക്കെ ആ കൂപ്പൺ ഫില്ല് ചെയ്തിട്ട് ഈ ബോക്സിൽ കൊണ്ടുവന്നിട്ട് ആ കൂപ്പൺ നിക്ഷേപിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ചടങ്ങുകളൊക്കെ ആരംഭിക്കുകയാണ്. ആ ഒരു പത്തനംതിട്ടയുടെ മണ്ണിലേക്കാണ് നമ്മുടെ അച്ചയൻസ് ഗോൾഡിന്റെ 40ാമത് ഷോറൂം ഇന്നേ ദിവസം ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കാനായിട്ട് പോകുന്നത്. ആൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ എഗെയിൻ ചോദിക്കുകയാണ്, കൂപ്പൺസ് എല്ലാവരും ഫില്ല് ചെയ്ത് കഴിഞ്ഞോ? എല്ലാവരും ഇട്ടിട്ടുണ്ടോ? നമ്മുടെ ലക്കി ഡ്രോ ബോക്സിൽ ആരെങ്കിലും കയ്യിലൊക്കെ വെച്ചിട്ടുണ്ടോ കൂപ്പൺസ്? പിന്നെ ഇടാന്നൊക്കെ വിചാരിച്ച് ഇല്ല, ഉണ്ടോ? ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു ലക്കി ഡ്രോ ബോക്സിലേക്ക് നിങ്ങളുടെ കൂപ്പൺസ് ഫില്ല് ചെയ്ത് കൊണ്ടുവന്ന് നിക്ഷേപിക്കുക. ആൻഡ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. അച്ചയൻസ് ഗ്രൂപ്പിന്റെ സ്റ്റാഫിനും അതോടൊപ്പം തന്നെ ഈ ഒരു ഇവന്റിന്റെ എൻറ്റയർ ക്രൂവിനും നമ്മുടെ ഈ ഒരു ഗ്രാൻഡ് ഇനോഗ്രേഷൻ ഫംഗ്ഷന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വർക്കേഴ്സിന് ആർക്കും ഈ ഒരു കൂപ്പൺസ് ഫില്ല് ചെയ്ത് ഈ ഒരു ലക്കി ഡ്രോ ബോക്സിൽ നിക്ഷേപിക്കാൻ പാടുള്ളതല്ല. ഇൻ കേസ് അങ്ങനെ ഒരാൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ആ ഒരു കൂപ്പൺ നമ്മൾ അസാധുവാക്കുന്നതായിരിക്കും. സോ ഇത് തികച്ചും നമ്മുടെ പത്തനംതിട്ടക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലക്കി ഡ്രോ കോൺടെസ്റ്റ് തന്നെ ഇവിടെ നൽകുന്നത്. കാരണം എല്ലായ്പ്പോഴും അറിയാം, നമ്മുടെ ഇനോഗ്രേഷൻ ഏതൊരു ഭാഗത്താണോ ഉള്ളത് ആ നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്, അവിടെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോൺടെസ്റ്റ് തന്നെ നടത്തുന്നത്. സോ ഒരു ഭാഗ്യശാലി നിങ്ങളിൽ ഒരാളാവട്ടെ എന്ന് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ആൻഡ് വൈകാതെ തന്നെ നിങ്ങളെ ഒരു മച്ച് വെയിറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഗ്രാൻഡ് ഇനോഗ്രേഷൻ ഫംഗ്ഷൻ ഇവിടെ നടക്കുന്നതായിരിക്കും. ആൻഡ് നമ്മൾ ഏവരും മച്ച് വെയിറ്റഡ് ആയിട്ടുള്ള ടോണി അച്ചായനും അതോടൊപ്പം തന്നെ നമ്മുടെ ഏവരുടെ പ്രിയ താരം നിക്കി ഗഡ്റാണി വൈകാതെ തന്നെ ഇവിടെ എത്തിച്ചേർന്നതായിരിക്കും. സോ വെള്ളിമൂങ്ങിലൂടെയും അതോടൊപ്പം തന്നെ 1983 ഒക്കെ നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായിട്ടുള്ള താരമാണ്. യെസ്, വൈകാതെ തന്നെ ഇവിടെ എത്തിച്ചേരാനായിട്ട് പോകുന്നത്. So finally നമ്മളേവരും മച്ച് അവൈറ്റഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ള അച്ചയൻസ് ഗോൾഡിന്റെ നമ്മുടെ സ്വന്തം ചോരി വർഗിച്ച് നമ്മുടെ സ്വന്തം അച്ചയൻ എത്തിച്ചേരാനായിട്ട് പോവുകയാണ്. With a huge round of applause, we can welcome the one and only Jory Varghese onto the dais, please. നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ സ്വന്തം ചോരി വർഗിച്ച് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ള
ടോക്കൺ ഓഫ് ലവ് ബൊക്കെ നൽകിയാതിരിക്കുന്നതിനായിട്ട് തന്നെ നമ്മുടെ ജിയമായിട്ടുള്ള ഷിനൽ കുര്യനശാനെ രശ്മിപൂർവ്വം തന്നെ സ്വാഗതം ചെയ്യുകയാണ്. ആസ് എ ടോക്കൺ ഓഫ് ലവ് നമ്മളിവിടെ ബൊക്കെ നൽകി ആദരിച്ചിരിക്കുകയാണ്. അടുത്തതായിട്ട് തന്നെ നമ്മുടെ സ്വന്തം ടോണി അശാനും ആസ് എ ടോക്കൺ ഓഫ് ലവ് ഈ ഒരു സമയം ബൊക്കെ ഹാൻഡ് ഓവർ ചെയ്തിരിക്കുകയാണ്. സോ നമ്മൾ ഏവരും വെയിറ്റഡ് ആയിട്ടിരുന്ന ആ ഒരു പ്രൗഢ ഗംഭീര മൊമെന്റ്സിലേക്കാണ് എത്തിക്കഴിഞ്ഞിരിക്കുന്നത് അല്ലെ. ടോണി അശാനെ പറ്റി പ്രത്യേകിച്ച് മുഖവരയുടെ ആവശ്യമൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഹ്യൂമാനിറ്റി എന്നല്ലാതെ മറ്റൊരു വാക്ക് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ നമുക്ക് ആവില്ല അല്ലെ. അപ്പൊ പത്തനംതിട്ട മണ്ണിലേക്ക് ടോണി അശാന്റെ 40ാമത് ഷോറൂമിന്റെ പ്രൗഢ ഗംഭീരമായ ഇനോഗ്രേഷൻ ഫംഗ്ഷൻ ആണ്. സോ അശാന് വേണ്ടിയിട്ട് തന്നെ വെയിറ്റ് ചെയ്തിരുന്ന പത്തനംതിട്ടക്കാരെയാണ് നമ്മുടെ ഫ്രണ്ടിൽ ഈ കാണാനായിട്ട് സാധിക്കുന്നത് അല്ലെ. അശാൻസിന്റെ ഫാൻസ് ഇല്ല ഇവിടെ? യെസ്. അപ്പൊ അശാൻസിന്റെ ഫാൻസ് ഉണ്ട്. അശാന്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ജനങ്ങളാണ് അല്ലെ. സോ അവർക്ക് വേണ്ടിയിട്ട് ഫ്യൂ വേർഡ്സ് പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. പത്തനംതിട്ട 40 3 കഴിഞ്ഞ് 30ാമത്തെ ഷോപ്പ് കഴിയുമ്പം ഞാൻ എന്റെ GM-നോട് പറഞ്ഞു 40 4 എന്ന് പറയുന്ന അക്കത്തിലേക്ക് എത്തണം. 4 എന്ന് പറയുന്ന അക്കം എവിടെ എത്തിക്കും? റാന്നിയുടെ പല സ്ഥലങ്ങളും പറഞ്ഞു. അപ്പൊ ഞാൻ എപ്പോഴും എടുത്തു പറഞ്ഞാണ് പത്തനംതിട്ട ഏറ്റവും കൂടുതൽ ആളുകൾ എപ്പോഴും എന്നെ വിളിക്കുകയും മെസ്സേജുകൾ ചെയ്യുന്ന സ്ഥലമാണ് പത്തനംതിട്ട. 4 എന്ന് പറയുന്ന 40ാമത്തെ കട ഇവിടെ തുടങ്ങി എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം എന്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്റെ ഒപ്പം നിന്ന് എനിക്ക് വേണ്ടി പല കാര്യങ്ങളും ഒപ്പം നിന്ന് ജീവനോലെ സ്നേഹിക്കുന്ന പത്തനംതിട്ടക്കാരുടെ ഒപ്പം തന്നെ ഇവിടെ 40ാമത്തെ ഷോപ്പ് തുടങ്ങുക എന്ന് പറയുന്നത് എന്റെ ഭാഗ്യമായിട്ട് കരുതുന്നു. ഏതായാലും നമുക്ക് പല കാര്യങ്ങളും മുന്നോട്ട് ചെയ്യാനുണ്ട്. നിങ്ങൾ തന്നെ എന്റെ പുറകെ നിൽക്കണം. കാരണം 40 ഷോപ്പ് എന്നൊപ്പം 40 കടകളും നിങ്ങൾക്കറിയാം. 40 കടകൾ എന്നൊപ്പം 40 വീടുകൾ എന്ന ഉള്ള ലക്ഷ്യത്തിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എന്റെ ഒപ്പം നിൽക്കുക, പല കാര്യങ്ങളും ചെയ്യണം, അനുഗ്രഹിക്കുക. നന്ദി. സോ അടുത്തതായിട്ട് നമ്മളേവരും വെയിറ്റഡ് ആയിട്ടിരുന്ന മറ്റൊരാളും കൂടി നമ്മുടെ ഈ ഒരു ഡയസിൽ നമ്മുടെ ഈ ഒരു സദസ്സിലുണ്ടല്ലേ. യെസ്, നമ്മുടെ സ്വന്തം നിക്കി ഗൽറാണി. യെസ്, അപ്പൊ നമ്മുടെ പത്തനംതിട്ടക്കാർക്ക് വേണ്ടിയിട്ട് മാം ഫ്യൂ വേർഡ്സ് പ്ലീസ്. ഏവർക്കും നമസ്കാരം. എല്ലാവരും സുഖമാണോ? കുറെ സമയമായി വെയിറ്റ് ചെയ്തിട്ട് സോറി. ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ഇവിടെ വന്ന്. എനിക്ക് ഫസ്റ്റ് ടൈം ആണ് പത്തനംതിട്ടയിൽ. കറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലേ? എനിക്കിവിടെ ഫസ്റ്റ് ടൈം ആണ്. വളരെ വളരെ സന്തോഷമാണ് ഇവിടെ വന്നത്. എനിക്ക് വന്ന് അച്ചയൻസ് ഗോൾഡിന്റെ സെക്കൻഡ് ഇവന്റ് ആണ്. ഐ വിഷ് ദി എൻറ്റയർ ടീം അറ്റ് അച്ചയൻസ് ഗോൾഡ് ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾ വന്ന് നിങ്ങളുടെ ഓൾഡ് ഗോൾഡ് വന്ന് ഇവിടെ വന്ന് ഹാപ്പി ആയിട്ട് സെയിൽ ചെയ്യാം. ചേട്ടാ വന്ന് നല്ല പ്രൈസ് കൊടുക്കും. ആൻഡ് അച്ഛൻ ചേട്ടാ വന്ന് യൂഷ്വലായിട്ട് ഭയങ്കര പാവപ്പെട്ട ആൾക്ക് ഭയങ്കര സോഷ്യൽ സർവീസ് ഹെൽപ്പ് ചെയ്യും. അതൊരു നല്ല നല്ല വിഷയമാണ്. ഐ ഹോപ്പ് യു കീപ് അപ്പ് ദ ഗുഡ് വർക്ക് ചേട്ടാ. ആൻഡ് ഐ ഹോപ്പ് ഇത് 40th സ്റ്റോർ ആണ്. ഇങ്ങനെ നിങ്ങൾ 100-150 സ്റ്റോർസ് ഓപ്പൺ ചെയ്യും. ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ആൻഡ് വളരെ വളരെ സന്തോഷമാണ്. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് മീ ഹിയർ. താങ്ക് യു. സോ ഇപ്പൊ നമ്മുടെ സ്നേഹം നിറഞ്ഞൊരു കൈഡിലൂടെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ പ്ലീസ് put your hands together for our gorgeous super Nikki Galrani. Yes, thank you so much. And yes, അപ്പൊ നമ്മളെല്ലാവരും ഈ ഒരു ഗ്രാൻഡ് ഇനോഗ്രേഷൻ ഫംഗ്ഷൻ നമ്മൾ പറയുമ്പോഴും നമ്മൾ അതിൽ കൂടുതൽ ഇപ്പോൾ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ ലക്കി ഡ്രോ ബോക്സ് കോൺടെസ്റ്റ് ആണ്. നമ്മുടെ ലക്കി ഡ്രോ കോൺടെസ്റ്റ് ആണ്. സോ അതിലേക്ക് നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടു കൂടിയും പ്രാർത്ഥനയോട് കൂടിയും ഒക്കെ നമ്മൾ മൂവ് ചെയ്യുകയാണ്. സോ വി ആർ മൂവിംഗ് ടു ദ മെഗാ ലക്കി ഡ്രോ കോൺടെസ്റ്റ്. സോ ആദ്യം തന്നെ നമുക്ക് ഏവർക്കും പ്രിയങ്കരയായിട്ടുള്ള നിക്കി ഗൽറാണിയാണ് നമ്മുടെ ഇന്നത്തെ ഭാഗ്യശാലിനെ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. മുഹമ്മദ് അലി, ലാസ്റ്റ് നമ്പർ 0886. സോ ചേട്ടൻ പുറകിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തെ ഒന്ന് നമ്മുടെ ഒരു സ്റ്റേജിലേക്ക് പ്രതീക്ഷിക്കുകയാണ്. സോ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് വിന്നറിനെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ്. സോ കൺഗ്രാറ്റുലേഷൻസ് ചേട്ടാ. സോ അച്ചയൻസ് ഗോൾഡിന്റെ ഇനോഗ്രേഷനോടനുബന്ധിച്ച് തന്നെയുള്ള 15 ഭാഗ്യശാലികൾക്ക് 10,000 രൂപയാണ് നമ്മൾ സമ്മാനമായിട്ട് നൽകുന്നത്. യെസ്, നമ്മുടെ ഫസ്റ്റ് വിന്നർ നമ്മുടെ ലൈഫിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. സോ കൺഗ്രാറ്റുലേഷൻസ്. സോ നമുക്കറിയാം അച്ചായന്റെ കൂടെ എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അച്ചായൻസ് ഗോൾഡിന്റെ ഒരു നെടുന്തൂണം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. യെസ്, നമ്മുടെ GM ആയിട്ടുള്ള ജനറൽ മാനേജർ ആയിട്ടുള്ള ഷിനൽ കുര്യൻ ചേട്ടനെ ഒരു 2 വാക്ക് സംസാരിക്കാനായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
പ്ലീസ്. നമസ്കാരം പത്തനംതിട്ട. ഇത്രയും വലിയൊരു ജനാവലിയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിന് അതിയായ സന്തോഷമുണ്ട്. കാരണം നിങ്ങൾ തരുന്ന ഈ സ്നേഹം. ഞങ്ങള് ഇവിടെ ഇപ്പൊ 40ാമത്തെ ഷോറൂം തുടങ്ങുന്നത് പത്തനംതിട്ട തന്നെ തീരുമാനിച്ച ടോണി സാറിന്റെ ആഗ്രഹപ്രകാരം പത്തനംതിട്ടയിൽ തന്നെ തുടങ്ങുന്നത്. വേറെ റാന്നി മറ്റ് സ്ഥലങ്ങളിലൊക്കെ കടകൾ പണി നടക്കുന്നുണ്ട്. എന്നാലും പത്തനംതിട്ട ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്ന ഈ ജില്ലയുടെ ആസ്ഥാനത്ത് 40ാമത്തെ ഷോറൂം തുടങ്ങണമെന്ന് ടോണി സാറിന്റെ അതിയായ ആഗ്രഹത്തിന്റെ ഇതിലാണ് നമ്മൾ ഇത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ ഷോറൂം ഏകദേശം ഒരു 3 ആഴ്ച കൊണ്ട് നമ്മൾ ഷോറൂം റെഡിയാക്കിയത്. അച്ചയൻസ് ഗോൾഡിന്റെ ഒരു പ്രവർത്തനത്തെ കുറിച്ച് ഞാനൊരു 2 വാക്ക് പറയുകയാണ്. അച്ചയൻസ് ഗോൾഡിൽ നിങ്ങൾക്ക് സ്വർണം ഏറ്റവും ഉയർന്ന വിലയിൽ വിൽക്കാൻ പറ്റും. സ്വർണം ഏറ്റവും നല്ല വിലയിൽ ഓരോ ദിവസത്തെ മാർക്കറ്റ് റേറ്റിൽ നിന്നും അതിന്റെ ഒരു പെർസെന്റേജ് കുറച്ചിട്ട് ഏറ്റവും ഉയർന്ന വിലയിൽ തന്നെ നിങ്ങൾക്ക് സ്വർണം വിൽക്കാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ വരുമ്പോൾ സ്വർണം വിൽക്കണമെങ്കിൽ നിങ്ങളുടെ ലോക്കറിലുള്ള സ്വർണം എടുത്ത് വിൽക്കണമെങ്കിൽ അത് ഇവിടെ കൊണ്ടുവന്നാൽ മതി. നിങ്ങൾക്ക് അതിന് ചെക്കായിട്ട് അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസ്ഫർ ആയിട്ട് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആ പണം നിങ്ങൾക്ക് അക്കൗണ്ടിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ മൂന്നാമതുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സ്വർണം പണയത്തിലിരിക്കുന്ന സ്വർണം നിങ്ങൾക്ക് ഇത്രയും നാളായി എടുത്ത് അത് എടുക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കത് ആ ലോൺ ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ കടയുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ ഞങ്ങൾ വന്ന് ആ പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തന്ന് ആ ഗോൾഡ് റിലീസാക്കി അതിന് ബാക്കി വരുന്ന തുക എത്രയാണോ അത്രയും തുക ഓൺ ദി സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരും. അപ്പം ഇത്രയും പ്രവർത്തനങ്ങളാണ് അച്ചയൻസിനെ കുറിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇതുപോലെ തന്നെ ഇനി ഇത്രയും കൂടിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. അതേപോലെ പോലീസ് മേധാവികൾ, മറ്റ് ഗവൺമെന്റ് അധികൃതര്, ഇവിടെ ഞങ്ങൾക്ക് ഈ റൂം തന്ന ചേട്ടന്, റൂമിന്റെ ഓണർ, ജിയോ മാളിന്റെ ഓണർ, അവരുടെ സഹായികള് എന്ന് വേണ്ട ഈ എന്റർടൈൻമെന്റ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നന്ദിയും കൂടി ഈ കൂടുതൽ പറയുന്നു. അപ്പോൾ ഇവിടുത്തെ ചടങ്ങുകൾ കഴിഞ്ഞിട്ട് നിക്കി ഇളറാണിയും അതേപോലെ ടോണി അച്ചായനും ഇവിടുന്ന് പോവുകയാണ്. അപ്പം നമ്മുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന വീഡിയോസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീ ആകുമ്പോൾ മാത്രമാണ് ഈ വീഡിയോ നമ്മുടെ ചാനലിൽ കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വിഷയം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.